പാചക വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, സമയം കിട്ടുന്നില്ല. ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം ഭയങ്കര ടൈറ്റായി. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി എന്നൊരു വീഡിയോ ഇടാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതല്ലോ, വെള്ളയപ്പവും മനസ്സിലായില്ലേ, ഗ്രീൻ പീസ് കറി. ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേവിച്ചൊക്കെ വെച്ചേക്കാണ്. അപ്പം റെഡിയായി. 6 അപ്പം ഉണ്ടാക്കിയാൽ മതി. 3 ചേട്ടന്, 2 എനിക്ക്, 1 കാക്കകൾക്ക്. എൻ്റെ കാക്കകൾക്ക് കൊടുക്കും. ഇനി ഇതൊന്ന് റെഡിയാക്കണം. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറിയൊക്കെ റെഡിയാട്ടോ. അത് ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചു. അയിലക്കറി കാണാൻ പറ്റുന്നില്ലേ? അയില തേങ്ങയില്ലാതെ നന്നായിട്ട് പൊള്ളിച്ചു വെച്ചു. പിന്നെ അത് കൂടാണ്ട് കപ്പങ്ങ മെഴുക്ക് വരച്ചിട്ടുണ്ട്. അതൊക്കെ പോരെ. എനിക്ക് ഫുഡ് കൊണ്ടുപോകണ്ട, എനിക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് മെഴുക്ക് വരട്ടിയാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഉള്ളി മൂപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. പൊടികളെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളിടാൻ പോവാ. റെഡി. അപ്പം തന്നെ പണികളൊക്കെ തീരും കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് പേരിന് മുളക് പൊടി, പേരിന് ഇട്ടിട്ടുള്ളൂ. ഒരു സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. അധികം വേണ്ട, കുറച്ച് മതി. ഒരു ടേസ്റ്റ് വേണ്ടി മാത്രം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അത് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇടാൻ പോവാണേ. മസാല ഞാൻ ചേർത്തിട്ടില്ല. അതിന് വരെ ഞാനൊരു സാധനം ചേർക്കാൻ കാണിച്ചു തരാമേ. വേണ്ട, ടൊമാറ്റോ സോസ് വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗമില്ലാതെ ഇവിടെ ഇരിക്കാം. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ഐഡിയ ചെയ്യാം, ഗ്രീൻ പീസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വഴി. അപ്പം ഞാൻ സാധാരണ സവാള വാട്ടുന്ന കൂട്ടത്തിൽ കൂടി ഒരു തക്കാളി വാട്ടാറുണ്ട് ഈ ഗ്രീൻ പീസ് കറി വയ്ക്കുമ്പോൾ. ഇന്നിപ്പോൾ ഇത് ഒഴിക്കുന്നത് കൊണ്ട് ഞാൻ തക്കാളി ഇട്ടില്ല. അപ്പം ഞാൻ ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കറി റെഡി ആയി കഴിഞ്ഞ് തീ കിടത്തിയിട്ട് ഇത് ഒഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ. നമുക്ക് നോക്കാം. അപ്പം ഗ്രീൻ പീസ് ഇത്രേ ഉള്ളൂ. ആകെ കുറച്ച് മതിയില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാൻ പോകണേ. ഉണ്ടോന്നേ ഗ്രീൻ പീസ് സോസ് ഒഴിച്ചു കൊടുത്ത്. ഈ സ്പൂണിനൊരു 3 സ്പൂൺ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് മസാല കൂട്ടി ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഈ സോസ് ചേർത്തുകൊണ്ട് തന്നെ മസാലയുടെ ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ, ഒക്കെ സ്വയം പരീക്ഷണമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറി, അപ്പം, വെള്ളയപ്പം. അപ്പോൾ ഈ വെള്ളയപ്പം ഞാൻ അരി അരച്ചതല്ല, സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി,
സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി, അതിലേക്ക് ഒരു 2 സ്പൂൺ റവ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്. പിന്നെ തേങ്ങ പൊട്ടിച്ച വെള്ളവും കൂടി ഒഴിച്ച് ആണ് ഞാനത് അരച്ച് വെച്ചത്. ഞാൻ അല്ലാണ്ട് ഈസ്റ്റ് ചേർത്തില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. ഇത് കണ്ട നല്ല ഹോളൊക്കെ വന്ന് നല്ല സോഫ്റ്റാണ് അപ്പം, കുഴപ്പമില്ല. അപ്പം ഇതിൽ വേറെ മറ്റേ സോഡ ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പം ഇനി സമയം കിട്ടുമ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം.